സംസ്ഥാനത്ത് ഇന്ന് ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുണ്ട്. ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദത്തിന്റെയും ലക്ഷദ്വീപിന് മുകളിലെ ചക്രവാത ചുഴിയുടെയും സ്വാധീനത്താൽ അടുത്ത 5 ദിവസം കൂടി വ്യാപക മഴ തുടരാൻ സാധ്യത. ശക്തമായ ഇടിമിന്നലിനും മണിക്കൂറിൽ 50 കിലോമീറ്റർ വേഗതയിലുള്ള കാറ്റിനും സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്നും കാലാവസ്ഥാ കേന്ദ്രം നിർദ്ദേശിച്ചു. അരുൺ സോളമനോട് വിശദാംശങ്ങൾ നൽകാൻ. അരുൺ, ഏതെങ്കിലും ജില്ലകൾക്ക് അലർട്ടുണ്ടോ പ്രത്യേകം? ശ്രുതി, ഗുഡ് മോർണിംഗ്. ഇന്ന് പ്രത്യേകിച്ച് അലർട്ടില്ല. അതേസമയം വരുന്ന 14, 15 അതായത് വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും സംസ്ഥാനത്ത് മലബാർ ഭാഗങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ അറിയിപ്പ് ഉള്ളത്. നിലവിൽ മലപ്പുറം, അതുപോലെ തന്നെ കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് അടക്കമുള്ള ജില്ലകളിലാണ് ഈ 2 ദിവസങ്ങളായിട്ട് മഴ ലഭിക്കുന്നത്. അതേസമയം ഇന്നും നാളെയും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയുള്ള മഴയ്ക്ക് സാധ്യതയുണ്ട്. നിലവിൽ ഈ സീസണിൽ ആദ്യമായിട്ട് ഇപ്പോൾ തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിന് മുകളിലായിട്ട് ന്യൂനമർദ്ദം രൂപപ്പെട്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ അറബിക്കടലിന്റെ തീരത്ത് ലക്ഷദ്വീപിന് മുകളിലായിട്ടൊരു ചക്രവാത ചുഴിയും രൂപപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നിലവിൽ അടുത്ത 5 ദിവസത്തിൽ സംസ്ഥാനത്ത് മഴ ലഭിക്കുമെന്നുള്ള മുന്നറിയിപ്പാണ് ലഭിച്ചിരിക്കുന്നത്. അതേസമയം ഇന്ന് വൈകുന്നേരം 5:30 മുതൽ നാളെ വൈകിട്ട് 5:30 വരെ തിരുവനന്തപുരം, കന്യാകുമാരി തീരങ്ങളിൽ പ്രത്യേകിച്ച് കൊഴിയൂർ മുതൽ കാപ്പിൽ ബീച്ച് വരെ കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യതയുണ്ട്. 1 മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കാണ് സാധ്യത. അതേസമയം കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ല എന്നുള്ള അറിയിപ്പാണ് നിലവിൽ ലഭിച്ചിരിക്കുന്നത്. ഓക്കെ, വ്യക്തമാണ്. അരുൺ സോളമനാണ് വിശദാംശങ്ങൾ നൽകിയത്.